സ്തോത്രം വരട്ടെ. സ്തോത്രം. ഇന്ന് നമുക്കൊരു വിഷയം എടുത്താലോ, അതായത് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ 3:22 വചനം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. ഇവിടെ എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിൽ അടച്ചു കളഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്? ദൈവം നമ്മെ സഹായിക്കട്ടെ. തിരുവെഴുത്തിലെ കാര്യങ്ങൾ നമ്മൾ ആഴമായിട്ട് ചിന്തിക്കുമ്പോൾ ഇന്ന് ക്രിസ്തീയ കോളത്തിൽ നമ്മൾ പഠിപ്പിച്ചു വരുന്ന കാര്യങ്ങളിൽ നിന്ന് നമുക്കൊരുപാട് വ്യത്യസ്തമായിട്ടുള്ള മർമ്മങ്ങൾ ഗ്രഹിക്കാനായിട്ട് പറ്റും. അപ്പം ബ്രദർ ചോദിച്ച ആ കാര്യത്തിന് ഞാൻ ഉത്തരം പറയാം. എന്തുകൊണ്ടാണ് തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മനുഷ്യർ പാപികളാണെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നാൽ മറ്റു ചില മതഗ്രന്ഥങ്ങൾ നമ്മൾ നോക്കിയാൽ മനുഷ്യർ പാപികളാണെന്നൊന്നും സമ്മതിക്കില്ല. തിരുവചനം പറയുന്നത് മനുഷ്യൻ ജന്മം കൊണ്ടേ പാപിയാണ്. അവൻ പാപത്തിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്, പാപത്തിലാണ് അവൻ ജനിക്കുന്നത്, പാപത്തിൽ ജീവിക്കുന്നു, പാപത്തിൽ മരിക്കുന്നു എന്നുള്ളതാണ് ദൈവവചനം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ തിരുവെഴുത്ത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൻ്റെ വചനമാണ് മനുഷ്യൻ്റെ അന്തസ്സ് നിശ്ചയിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴ് അടച്ചു കളഞ്ഞു എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണെന്നാണ് അത് വെളിപ്പെടുത്തി തരുന്നത്. അപ്പം തിരുവെഴുത്ത് പാപത്തിന് കീഴിൽ അടച്ചു എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയം, പാപത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ടതാണോ? അടയ്ക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അതാരെങ്കിലും ചെയ്തതായിരിക്കണം. തീർച്ചയായും. അല്ലെന്ന് വരികിൽ അങ്ങനെ വചനം എഴുതാനായിട്ട് പറ്റില്ല. അപ്പോൾ തിരുവെഴുത്താണ് മനുഷ്യനെ പാപത്തിന് കീഴിൽ അടച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് തിരുവെഴുത്തിൻ്റെ ഉടമയായ ദൈവത്തിന് മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള ചില ലക്ഷ്യങ്ങളുണ്ടാവും. അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ വായിച്ചത് തന്നെ, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം യേശുക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ ലഭിക്കേണ്ടതിന് തിരുവെഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴടച്ചു കളഞ്ഞു. അപ്പോസ്തലൻ പൗലോസ് നമുക്കറിയാം ഒരു യഹൂദ മതവിശ്വാസിയായിരുന്നു. ക്രിസ്തുയേശുവിൻ്റെ മരണ പുനരുദ്ധാനങ്ങൾക്ക് ശേഷം വിശ്വാസം പ്രസംഗിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ സഭയെ മുടിക്കുവാനായിട്ട് ഇറങ്ങിപ്പുറപ്പെട്ട ഒരു യഹൂദ മതഭക്തനായിരുന്നു. യഹൂദ മതത്തിൻ്റെ കാര്യങ്ങൾ അതീവ പാണ്ഡിത്യമുണ്ടായിരുന്ന ഒരു മനുഷ്യനാണെന്നും കൂടെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ യഹൂദ മത പാരമ്പര്യമനുസരിച്ച് ജീവിച്ചിരുന്ന ഈ മനുഷ്യൻ ക്രിസ്തുവിൻ്റെ സഭയെ, അതായത് വിശ്വാസത്താൽ ജീവിക്കുവാനായിട്ട് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ സഭയെ മുടിച്ചു വരുമ്പോഴാണ് ഒരു പ്രത്യേക ലക്ഷ്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയിൽ കർത്താവ് അദ്ദേഹത്തെ പിടിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ക്രിസ്തുവിലുള്ള വിശ്വാസം പ്രസംഗിക്കുന്ന ഒരു വിശ്വാസ പ്രസംഗകനായിട്ട് മാറി. അതിനെക്കുറിച്ച് ഈ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ താൻ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് കേട്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം താൻ മുമ്പേ ഈ വിശ്വാസമാർഗത്തെ, ഈ വിശ്വാസ പ്രസംഗം നടത്തുന്നവരെ ഒക്കെ മുടിച്ചു കളയുവാനായിട്ട് ശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹം പിന്നീട് അത് ചെയ്തു എന്ന് പറയുമ്പോൾ ജനത്തിന് വളരെ അതിശയകരമായൊരു സംഗതിയായിരുന്നു. താൻ മുമ്പേ മുടിച്ച വിശ്വാസത്തെ താൻ ഇപ്പോൾ പ്രസംഗിക്കുന്നു എന്ന് കേട്ട് ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി. അങ്ങനെ വിശ്വാസം പ്രസംഗിക്കുവാനായിട്ട് യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഈ യഹൂദിയയിലും പരിസര പ്രദേശങ്ങളും മറ്റ് പല രാജ്യങ്ങളിലും യേശുക്രിസ്തുവിൻ്റെ ഒരു വക്താവായിട്ട് ഈ പൗലോസ് മാറി എന്നുള്ളതാണ് നമ്മൾ തിരുവചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ യേശുക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഈ പൗലോസിൽ ദൈവം പ്രസാദിച്ചപ്പോൾ, പൗലോസ് ന്യായപ്രമാണത്തെക്കുറിച്ച് അതീവ പാണ്ഡിത്യമുള്ളൊരു മനുഷ്യനായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ മുഴുവൻ വശങ്ങളും അദ്ദേഹത്തിന്
നല്ല പരിചയമുണ്ടായിരുന്നു. ഈ പരിചയം മറ്റുള്ളവരും സമ്പാദിക്കണം, അല്ലെങ്കിൽ ന്യായപ്രമാണത്തെക്കുറിച്ചുള്ള ഒരു അറിവ് ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരും നേടണം എന്നുള്ള ഒരു താല്പര്യം അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം സഭകളിൽ അത് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതും റോമർക്കെഴുതിയ ലേഖനത്തിൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നുണ്ട്. റോമർക്കെഴുതിയ ലേഖനം 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം വായിക്കുമ്പോൾ തന്നെ അദ്ദേഹം അവിടെ പറയുന്നത്, സഹോദരന്മാരെ, ന്യായപ്രമാണം അറിയുന്നവരോടല്ലോ ഞാൻ സംസാരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഈ ന്യായപ്രമാണത്തിലൂടെ അദ്ദേഹം വെളിപ്പെടുത്തി കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം കൂടാതെ നമുക്ക് യേശുക്രിസ്തുവിനെ പഠിപ്പിക്കാനായിട്ട് പറ്റില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ന്യായപ്രമാണം ഒരുപാട് നിയമങ്ങളുള്ള ഒരു വ്യവസ്ഥയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനെ യഹോവയുടെ തികവുള്ള ന്യായപ്രമാണം എന്നാണ് യഹൂദന്മാർ പേർ കൊടുത്തിരിക്കുന്നത്. സങ്കീർത്തനങ്ങളിൽ 19:7 അങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ പുതുക്കുന്നു. മനുഷ്യപ്രാണൻ്റെ വീണ്ടെടുപ്പിനെ അല്ലെങ്കിൽ മോക്ഷപ്രാപ്തിയെ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ന്യായപ്രമാണം ദൈവം കൊടുത്തിട്ടുള്ളത്. അപ്പം ന്യായപ്രമാണത്തിലുള്ള കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ ഇത് അനുസരിക്കത്തക്ക വിധത്തിലേക്ക് മനുഷ്യൻ ഉയർത്തപ്പെടുന്നത് ന്യായപ്രമാണം കൊടുത്ത കാലഘട്ടത്തിലല്ല, മറ്റൊരു കാലഘട്ടത്തിലാണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പം ന്യായപ്രമാണം ലഭിച്ച ഈ കാലഘട്ടത്തിൽ അത് മനുഷ്യർക്ക് അനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല. കാരണം ദൈവം നിയമം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ആ നിയമം നടപ്പിൽ വരുത്തുവാനായിട്ട് ഈ നിയമം ലഭിച്ച മനുഷ്യരിൽ ദൈവം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ എപ്പോഴാണ് അത് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൻ്റെ വരവോടു കൂടിയാണ്, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തോടു കൂടിയാണ് മനുഷ്യർ നിയമമനുസരിച്ച് അല്ലെങ്കിൽ നിയമത്തിൻ്റെ നീതി പുറപ്പെടുവിച്ച് ജീവിക്കുന്ന ഒരു പക്വതയിലേക്ക് ഉയർത്തപ്പെടുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു മുൻ ലക്ഷ്യമാണ്. ഈ ലക്ഷ്യം നിറവേറ്റപ്പെടുന്നത് ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിലൂടെയാണ്. അപ്പം യഹൂദൻ്റെ നാട്ടിൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കപ്പെട്ടു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം യഹൂദർക്ക് പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചുരുക്കം ചില ആളുകളിൽ ആ വിശ്വാസം ഒതുങ്ങുകയും ഈ വിശ്വാസം ജാതികളിലേക്ക് കടന്നു പോവുകയും ചെയ്തു. അതിൻ്റെയൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ഈ തിരുവചനത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. യോഹന്നാൻ്റെ സുവിശേഷം വായിക്കുമ്പോൾ കുളക്കടവിൽ ലഭിക്കുന്ന രോഗസൗഖ്യം, ശമരിയാക്കാരിയായ സ്ത്രീയുമായിട്ടുണ്ടായിട്ടുള്ള ഒരു സംവാദം, ഇതിലെല്ലാം നമുക്ക് യഹൂദർക്ക് മുൻപേ ജാതികളിലേക്ക് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസവും രക്ഷയും കടന്നു ചെന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് മനുഷ്യരെ സംബന്ധിച്ചിട്ടുള്ളത്. ഈ പദ്ധതി ദൈവം നടപ്പിലാക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ക്രിസ്തുയേശുവിലൂടെ മനുഷ്യവർഗത്തിൻ്റെ രക്ഷാകര പദ്ധതി ദൈവം പൂർത്തീകരിക്കുന്നു. പൂർത്തീകരണം നടക്കുന്നത് മനുഷ്യർക്ക് വീണ്ടും ജനനം നൽകുക എന്ന ഒരു എന്താ പറയുന്ന ഒരു ഉന്നതമായ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്തുയേശുവിലേക്ക് വരുന്ന മനുഷ്യർ വീണ്ടും ജനനം പ്രാപിച്ചവരായിരിക്കണം എന്ന് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ 3-ാം അധ്യായത്തിൽ നമുക്കതറിയാം. നിങ്ങൾ വീണ്ടും ജനിക്കണം എന്നാണ് യേശു മനുഷ്യരെ പഠിപ്പിച്ചത്. അപ്പോൾ എന്താണ് വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകത? വീണ്ടും ജനിക്കേണ്ടതിൻ്റെ ആവശ്യകതയാണ് മനുഷ്യരിൽ പാപമുണ്ടെന്ന് വെളിവാക്കുന്നത്. അപ്പോൾ ഈ പാപം എന്താണെന്ന് വെളിപ്പെടുത്തി കൊടുക്കുവാനാണ് യേശു കർത്താവിന് മുൻപ്, അതായത് ക്രിസ്തുവിനും 1400ഓളം വർഷങ്ങൾക്ക് മുൻപ് മോശെ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ദാസനിലൂടെ നിയമങ്ങൾ നൽകിയത്. അപ്പോൾ ഈ നിയമം നൽകുമ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം നമ്മൾ മുൻപേ പറഞ്ഞു, അനുസരിക്കേണ്ടതിനുള്ളതാണ്. എന്നാൽ അതിനൊരു സമയമുണ്ട്. അപ്പോൾ അത് കൊടുത്തതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇസ്രായേലിനെ അല്ലെങ്കിൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ പ്രത്യേക ജനതയ്ക്ക് തങ്ങളിൽ പാപം വസിക്കുന്നുണ്ടെന്നുള്ളൊരു ബോധം വരുത്തുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ആ ബോധം വരുത്തിയതിന് ശേഷമാണ് ദൈവം മനുഷ്യരിൽ നിന്ന് അപ്രകാരമുള്ള പാപത്തിൻ്റെ പരിഹാരത്തിനായിട്ട് യേശു കർത്താവിനെ അയക്കുന്നത്. അപ്പോൾ ഇത് അനേക വർഷങ്ങളിലൂടെ, കാലഘട്ടങ്ങളിലൂടെ നടക്കുന്ന ഒരു സംഭവമാണ്. മനുഷ്യൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് തന്നെ അനേക വർഷങ്ങളിലൂടെ സ്ഥാപിക്കപ്പെടുന്ന ഒന്നാണ്. മറിച്ച് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കിയിട്ട് അവൻ പൂർണ്ണതയോടെ അവിടെ ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ലക്ഷ്യമല്ല. മറിച്ച് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതി എന്ന് പറയുന്നത് അനേക വർഷങ്ങളിലൂടെ സംഭവിച്ച്, എന്ന് പറഞ്ഞാൽ നൂറ്റാണ്ടുകളിലൂടെ സംഭവിച്ച്
മനുഷ്യർ നിത്യത പ്രാപിക്കുന്നതിലേക്ക് മനുഷ്യരെ നയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിനും 1400 വർഷങ്ങൾക്ക് മുൻപ് വന്ന മോശയുടെ ന്യായപ്രമാണത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മനുഷ്യരെ യേശുക്രിസ്തുവിങ്കിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. ഈ ഗലാത്യർക്കെഴുതിയ ലേഖനത്തിൽ തന്നെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്കറിയാം, ന്യായപ്രമാണം ക്രിസ്തുവിങ്കിലേക്ക് നടത്തുവാനുള്ള ശിശുപാലകനായി ഭവിച്ചു. അപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒരു ശിശുപാലകൻ്റെ ഒരു റോൾ എടുക്കാൻ മാത്രമേ ന്യായപ്രമാണത്തിന് കഴിഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ ശിശുപാലകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഈ കുഞ്ഞുങ്ങളെ മറ്റും വളർത്തുന്ന നമ്മുടെ അംഗനവാടികളെന്നോ ബാലവാടികളെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം. അവിടുത്തെ ടീച്ചർക്ക് ഒരു കുഞ്ഞിൽ നിന്ന് എത്ര പൂർണ്ണത പ്രതീക്ഷിക്കാമെന്ന് ചോദിച്ചാൽ വലിയ പൂർണ്ണതയൊന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല. എന്നിരുന്നാലും ആ കുഞ്ഞിനെ ആ ടീച്ചർ വഴി നടത്തുന്നുണ്ട്. ഇതുപോലെയാണ് യഹൂദൻ്റെ ജീവിതവും. അവനിൽ നിന്ന് വലിയ നന്മകളൊന്നും ദൈവം പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും ദൈവം തൻ്റെ പദ്ധതിക്കായിട്ട് തിരഞ്ഞെടുത്ത കുറേ ദൃഷ്ടാന്തങ്ങൾ അല്ലെങ്കിൽ ഉപമിക്കൽ എന്നൊക്കെ നമുക്ക് പറയാം. അങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാനായിട്ട് തിരഞ്ഞെടുത്ത ഈ ജനതയെ ദൈവം ക്ഷമിച്ച് വഴി നടത്തി, അവരുടെ കുറവുകൾ ക്ഷമിച്ച്. എന്നാൽ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കാതിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും കുറ്റങ്ങൾക്ക് ശിക്ഷിച്ചിട്ടുണ്ട്. എങ്കിലും അവർക്കുള്ള ശിക്ഷ എന്നേക്ക് നിലനിൽക്കുന്നതായിരുന്നില്ല. ദൈവം അവരുടെ ശിക്ഷാകാലം കഴിഞ്ഞതിന് ശേഷം അവരെല്ലാം തിരികെ അവരുടെ ദേശത്തേക്ക് കൊണ്ടുവന്നതായിട്ടും ഇന്നും ഇസ്രായേലികൾ ആ ദേശത്ത് ജീവിക്കുന്നതായിട്ടും നമുക്കറിയാം. ലോകത്തിൽ മനുഷ്യരുടെ സംസ്കാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്രയും പുരാതനമായിട്ട് നിലനിൽക്കുന്ന ഒരു ജനതയെക്കുറിച്ച് നമുക്ക് വേറെ പഠിക്കാൻ കഴിയില്ല. കാരണം ക്രിസ്തുവിനും 1400 വർഷങ്ങൾക്ക് മുൻപ് മോശ വരുന്നതിന് മുൻപ് അബ്രഹാം എന്ന് പറയുന്ന, അതും അബ്രഹാമിൻ്റെയും മോശയുടെയും കാലഘട്ടം നമ്മൾ നോക്കുകയാണെങ്കിൽ പിന്നെയും ഒരു 400ഓളം വർഷം കാണുമെന്ന് തോന്നുന്നു. അങ്ങനെ മൊത്തത്തിൽ അബ്രഹാമിൻ്റെ ജീവിതം വരെ ഒരു 2000 വർഷത്തെ ചരിത്രം നമുക്ക് എടുക്കാൻ പറ്റും യേശുക്രിസ്തുവിന് മുൻപ്. അപ്പോൾ യേശുക്രിസ്തുവിന് മുൻപ് 2000 വർഷം, യേശുക്രിസ്തു വന്നതിന് ശേഷം ഇപ്പോൾ 2000 വർഷമായി. അപ്പോൾ ഏകദേശം ഒരു 4000 വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള ജനതയാണ് ഈ യഹൂദൻ എന്ന് പറയുന്നത്. അബ്രഹാമിനെ തിരഞ്ഞെടുത്തു. അബ്രഹാമിലൂടെ ഇസഹാക്കിലൂടെ യാക്കോബിൻ്റെ 12 മക്കൾക്കാണ് ദൈവം രാജ്യം അവകാശമായി കൊടുത്തത്, അതായത് കാനാൻ ദേശം. അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ജനത ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഒരു മാതൃകയാണ്. അവരിലൂടെയാണ് ദൈവം, ഇങ്ങനെ പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിലെ, രക്ഷ യഹൂദന്മാരിൽ നിന്നല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് ചിന്തിച്ചതുപോലെ പാപത്തിൽ മനുഷ്യൻ അടയ്ക്കപ്പെട്ടു. ആദാം ഹവ്വ ദമ്പതികൾ മനഃപൂർവമായ പാപം ചെയ്തതല്ല. അവർ പാപത്തിൻ്റെ വക്താക്കളായി പാപവും പേറി ജീവിക്കുന്നവരായി തീരണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ആദ്യത്തെ ഒരു ഭാഗമാണ്. യേശുക്രിസ്തുവിലൂടെ മനുഷ്യവർഗത്തെ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് ലോകസ്ഥാപനത്തിന് മുൻപുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ട് തന്നെയാണ് എഫേസ്യർക്കെഴുതിയ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾ അവൻ്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് ലോകസ്ഥാപനത്തിന് മുൻപേ നിങ്ങളെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. അപ്പോൾ നമ്മളെപ്പോഴാണ് ഈ ഭൂമിയിൽ വന്നതെന്ന് ചോദിച്ചാൽ ഈ 20-ാം നൂറ്റാണ്ടിലോ 21-ാം നൂറ്റാണ്ടിലോ ഒക്കെ ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ കണ്ടോ, നമ്മളെ ലോകസ്ഥാപനത്തിന് മുൻപേ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തിട്ട് അവൻ്റെ മുമ്പിൽ വിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് കാണപ്പെടുവാൻ വേണ്ടി നിയമിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ നമ്മളൊക്കെ പിറന്നു വീണത് ഒരു പാപ സ്വഭാവത്തിലാണെന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇങ്ങനെ പാപ സ്വഭാവത്തിൽ പിറന്നു വീഴുന്ന മനുഷ്യരെ യേശു കർത്താവ് വീണ്ടെടുത്ത് ദൈവത്തിന് കൊള്ളാകുന്നവരാക്കി മാറ്റുന്നു എന്നുള്ളതാണ് തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഈ ഒരു ലക്ഷ്യം മുൻകണ്ടുകൊണ്ടാണ് ദൈവം ആദാമിനെ ഹവ്വയെ പാപത്തിന് കീഴിലടച്ചത്. അവരുടെ പാപപ്രവൃത്തി എന്ന് പറയുന്നത് അവർക്ക് ദൈവം നൽകിയ ഇച്ഛാസ്വാതന്ത്ര്യത്തിൽ നിന്ന് ഉടലെടുത്ത ഒന്നല്ല. അവർക്കങ്ങനെ പാപം വിട്ടൊഴിഞ്ഞ് പൂർണ്ണരായി അവിടെ ജീവിക്കുവാൻ തക്ക വണ്ണമുള്ള മാനസിക അവസ്ഥയോ ദൈവത്തിൻ്റെ ആത്മാവിനെയോ ദൈവം അവിടെ നൽകിയിരുന്നില്ല. തന്നെയല്ല, അവരോടൊപ്പം ഏദൻ തോട്ടത്തിലുണ്ടായിരുന്ന പാമ്പിൻ്റെ വേഷം ധരിച്ച ഈ സാത്താനെ മനസ്സിലാക്കുവാനുള്ള ആത്മാവും അവർക്കുണ്ടായിരുന്നില്ല. അവൻ ചതിയനാണെന്നോ അവൻ വഞ്ചിക്കുന്നവനാണെന്നോ ഉള്ള ശബ്ദം ദൈവത്തിൽ നിന്ന് കേൾക്കാൻ പോലും അവർക്ക് കഴിഞ്ഞിട്ടില്ല. ദൈവം അവർക്കൊരു കൽപ്പന മാത്രമേ കൊടുത്തിരുന്നുള്ളൂ. എന്നാൽ മനുഷ്യനെ വഞ്ചിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി സാത്താൻ അവരെ സമീപിക്കുകയും ഹവ്വയെ ചതിച്ചുകൊണ്ട് ആ പിശാചിന് മനുഷ്യൻ്റെ ഉള്ളിൽ വാസം ആരംഭിക്കുവാനും സാധിച്ചു എന്നുള്ളതാണ് പാപത്തിൻ്റെ അടിമത്തം കൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ മനുഷ്യരെല്ലാവരും ആദാം ഹവ്വ ദമ്പതികളിലൂടെ
പാപം വസിക്കുന്ന മനുഷ്യരായി മാറി. ഇതിനെ നമ്മൾ പറയുകയാണെങ്കിൽ പാപത്തിൻ്റെ അടിമത്തത്തിൽ ജീവിക്കുന്ന മനുഷ്യർ എന്നാണ് പറയുന്നത്. അതായത് എല്ലാ മനുഷ്യരിലും, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, അവരൊക്കെ ഭവനത്തിൽ വളർന്നു വരുമ്പോൾ ഒരു പാപത്തിൻ്റെ കർത്തൃത്വം അവരുടെ ജീവിതത്തിലുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാപത്തിൻ്റെ കർത്തൃത്വം ഉള്ളതുകൊണ്ടാണ് നിയമങ്ങൾ കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാത്ത കാലത്തും കുഞ്ഞുങ്ങൾ തിന്മ ചെയ്യുന്നത്. അവർ നിയമങ്ങൾ കൊണ്ട് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റില്ല. എന്നാൽ ഒരു ഭാഷാ പരിചയവും ഒരു അല്പം പ്രാപ്തിയും ഒക്കെ നേടുമ്പോൾ തൊട്ട് മനുഷ്യരവരെ നന്മതിന്മകളുടെ അറിവിൽ വളർത്തുവാനായിട്ട് തുടങ്ങും. എന്നാലും ഒരു പരിധിവരെ അത് സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ട് മനുഷ്യരെ അങ്ങനെ നിയമം കൊണ്ട് കീഴടക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ നിയമം എപ്പോഴും പാപത്തെക്കുറിച്ച് പരിജ്ഞാനം വരുത്തുവാനാണ് വരുന്നത്. ഇങ്ങനെ ഓരോ കുടുംബങ്ങളിലും ജനിച്ചു വളരുന്ന മക്കളാണ് പാപത്തിൻ്റെ സ്വാധീന നിമിത്തം നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ജീവിക്കുന്നവരായിട്ട് ഭൂമിയിൽ കാണാൻ നമുക്ക് ഇടയാകുന്നത്. അവിടെയും ചിലപ്പോൾ മതപരമായ പഠനങ്ങൾ കൊണ്ടൊക്കെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസം, സാംസ്കാരികമായിട്ടുള്ള പഠനം ഇതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഒരു പരിധിവരെ അവരെ നിയന്ത്രിക്കാൻ കഴിഞ്ഞേക്കാം. എന്നിട്ട് ഒരു നന്മതിന്മയുടെ അറിവിൽ ഒരു പുത്തുരത്ത ജീവിതമൊക്കെ നയിക്കാൻ മനുഷ്യന് കഴിഞ്ഞേക്കാം. എന്നാൽ ഒരിക്കലും ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. ദൈവം ആഗ്രഹിക്കുന്നത് പാപത്തിൽ അടയ്ക്കപ്പെട്ട മനുഷ്യൻ്റെ പാപമോചനവും ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പും അതിലൂടെയുള്ള നിത്യരക്ഷയുമാണ്. അപ്പം നന്മതിന്മകളുടെ അറിവിൽ ഈ ഭൂമിയിൽ ജീവിച്ച് പാപം ചെയ്യാതിരുന്ന് യേശു കർത്താവിനെ യേശു ദൈവമാണെന്ന് പറഞ്ഞതുകൊണ്ട് മനുഷ്യർക്ക് രക്ഷ ലഭിക്കാനായിട്ട് പോകുന്നില്ല. അപ്പോൾ യേശു കർത്താവ് മനുഷ്യർക്ക് നൽകിയ രക്ഷാകര പദ്ധതി അത് ഏത് വിധത്തിലുള്ളതാണെന്നും ഓരോ മനുഷ്യനും, പാപിയായ ഒരു മനുഷ്യനും ക്രിസ്തുവിൽ കൊടുക്കേണ്ട പങ്കാളിത്തം കൊടുത്തുകൊണ്ട് മാത്രമേ ഈ ഭൂമിയിൽ ഒരു വിശ്വാസിയായി ജീവിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവും ഒരു വിശ്വാസി നേടിയിരിക്കണം. ഇപ്രകാരം നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വചനം അനേക മനുഷ്യരുടെ ഇടയിൽ, അനേക വിശ്വാസികളുടെ ഇടയിൽ ചിന്തയ്ക്ക് വിധേയമായിട്ടുള്ളൊരു വചനമാണ്. ദൈവം മനുഷ്യനെ പാപത്തിന് കീഴിൽ അടച്ചതാണെന്ന് അംഗീകരിക്കുവാൻ അനേക വിശ്വാസികൾ തയ്യാറാകില്ല. ആദാമും ഹവ്വയും അവർക്ക് നൽകിയിരുന്ന കൽപ്പനയിൽ അവരവരുടെ ഇഷ്ടത്തിൽ മനഃപൂർവ്വ പാപം ചെയ്തതാണെന്നാണ് അനേകർ വിശ്വസിക്കുന്നത്. അങ്ങനെയാണ് അവർക്ക് ലഭിച്ചിട്ടുള്ള പഠനം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയുടെ, രക്ഷാകര പദ്ധതിയുടെ, അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചുള്ള പദ്ധതിയുടെ ഭാഗമായിട്ട് ദൈവം അവരെ പാപത്തിൽ അടയ്ക്കുകയായിരുന്നു എന്നുള്ളതാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തിയത്. എന്തിനാണ്? അതാണ് ഓരോ മനുഷ്യനും, പാപത്തിൽ അടയ്ക്കപ്പെട്ട ഓരോ മനുഷ്യനും ക്രിസ്തുയേശുവിൽ വിശ്വസിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അവർ സ്വീകരിച്ച വിശ്വാസത്തിൻ്റെ ഫലം പുറപ്പെടുവിച്ചുകൊണ്ട് നീതിമാന്മാരായി ജീവിക്കുക എന്ന് പറയുന്നതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ ജീവിക്കേണ്ടതിന് ഓരോ മനുഷ്യരെയും ദൈവം പാപത്തിന് കീഴിലടച്ചത്. അപ്പം നമ്മൾ ചിന്തിക്കും, ക്രിസ്തുയേശു വരുന്നതിന് മുൻപുള്ള മനുഷ്യരുടെ കാര്യങ്ങളോ എന്ന് നമ്മൾ ചിന്തിക്കും. ഓരോ കാലഘട്ടങ്ങളിലും മനുഷ്യരുടെ രക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പഴയ നിയമം വായിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് റോമർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അത് പറയുന്നുമുണ്ട്. ന്യായപ്രമാണം കിട്ടിയ മനുഷ്യരെക്കുറിച്ചും ന്യായപ്രമാണം കിട്ടാതെ ജീവിച്ച് അവരുടെ ഉള്ളിലെ ന്യായപ്രമാണത്താൽ ജീവിച്ച മനുഷ്യരെക്കുറിച്ചും ന്യായപ്രമാണം കിട്ടിയവരെക്കുറിച്ചും ന്യായപ്രമാണത്തിന് ശേഷമുള്ള മനുഷ്യരെക്കുറിച്ചും എല്ലാം റോമർക്കെഴുതിയ ലേഖനം നമുക്കത് വ്യക്തമാക്കി തരുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുയേശുവിലൂടെയുള്ള വീണ്ടെടുപ്പാണ്. അതിന് മുമ്പുള്ള ആളുകളുടെ കാര്യങ്ങൾ എന്താകുമെന്ന് നമ്മൾ അന്വേഷിച്ചാൽ അത് ദൈവം വേണ്ടതുപോലെ ചെയ്തു കൊള്ളുന്നു എന്നുള്ളതാണ് നമുക്കതിനുള്ള ഉത്തരി. എന്നാൽ ഈ കാലഘട്ടത്തിലായിരിക്കുന്നവർക്ക് യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കലെന്ന് പറയുന്നത് നിർബന്ധമാണ്. അതുകൊണ്ട് യേശുക്രിസ്തുവിന് മുമ്പുള്ള ആളുകളുടെ കാര്യം ചിന്തിച്ച് മനുഷ്യർ വിഷമിക്കേണ്ട കാര്യമില്ല. മറിച്ച് എൻ്റെ കാര്യം എന്താകുമെന്നുള്ളതാണ് ഓരോ മനുഷ്യനും ചിന്തിക്കേണ്ടത്. ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ നിന്ന് മരണപ്പെട്ടാൽ ഞാൻ എവിടേക്ക് പോകും, എൻ്റെ പ്രാണൻ്റെ സ്ഥിതി എന്താകും എന്നുള്ളത് നിത്യജീവൻ്റെ താല്പര്യം ഉള്ളിൽ വെച്ചിരിക്കുന്ന ഓരോ മനുഷ്യരും മനസ്സിലാക്കിയിരിക്കണമെന്നാണ് ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുന്നത്. അതായത് സഭാപ്രസംഗിയുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ നിത്യത എന്ന് പറയുന്ന ഒരു ആശ വെച്ചിട്ടുണ്ട്. അതറിയാമല്ലോ. അതായത് ദൈവം സകലവും അതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നു എന്നാണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. സഭാപ്രസംഗിയുടെ 3-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു നിത്യത എന്ന് പറയുന്ന ഒരു താല്പര്യമുണ്ട്. എന്നാൽ ഈ നിത്യതയെ പൂർത്തീകരിക്കാൻ തക്ക വിധത്തിൽ എന്തെങ്കിലും ഈ ഭൂമിയിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഈ ഭൂമിയിൽ നമുക്ക് ജോലി ചെയ്യാം, ജീവിക്കാം, സ്ഥാനമാനങ്ങൾ നേടാം, വിദേശ രാജ്യങ്ങളിൽ പോകാം, എന്തിന് ചന്ദ്രനിലും ചൊവ്വയിലും വേണമെങ്കിൽ പോകാം. പക്ഷെ അതുകൊണ്ടൊന്നും മനുഷ്യന് നിത്യമായിട്ട് ജീവിക്കാൻ കഴിയുന്നില്ല.
നിത്യത അന്വേഷിച്ചുള്ള യാത്രയ്ക്കിടയിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു? മനുഷ്യൻ മരിച്ചു പോകുന്നു. കണ്ടുപിടുത്തങ്ങൾക്കായിട്ട് കഷ്ടപ്പെടുന്ന മനുഷ്യൻ കണ്ടുപിടുത്തത്തിനിടയിൽ മരിച്ചു പോകുന്നു. അവൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്ന നിത്യത എന്ന് പറയുന്ന ഒരു ആശ പൂർത്തീകരിക്കാനായിട്ട് നമ്മുടെ ദേശത്താകട്ടെ, നമ്മുടെ രാജ്യത്താകട്ടെ, മൊത്തം ഭൂമിയിലാകട്ടെ ഒരു സംവിധാനവുമില്ല. ഈ സംവിധാനം ദൈവം വെച്ചിരിക്കുന്നത് അത് ക്രിസ്തുയേശുവിലൂടെയുള്ള വിശ്വാസം മൂലം മാത്രമാണ്. അപ്പോൾ ഏതൊരു മനുഷ്യനും നിത്യജീവൻ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഇത് മാത്രമാണ് അതിനുള്ള പോംവഴി. അതാണ്, യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ടെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ നിത്യജീവനായിട്ട് നമ്മൾ വചനം വായിച്ചതുപോലെ കുറേ ആളുകളെ ദൈവത്തിന് സൃഷ്ടിച്ചാൽ പോരെ? അല്ല, ദൈവം അങ്ങനെയല്ല. ദൈവം പാപത്തിലടച്ചു കളഞ്ഞ മനുഷ്യരെ വീണ്ടെടുത്ത് അവർക്ക് നിത്യത നൽകുവാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് ദൈവത്തിൻ്റെ മനുഷ്യനെ സംബന്ധിച്ചിട്ടുള്ള പദ്ധതി. അങ്ങനെ ഒരു പദ്ധതി ആയതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിനെ ലോക സ്ഥാപനത്തിന് മുൻപേ അറുക്കപ്പെട്ട ഒരു കുഞ്ഞാടായിട്ട് നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ടും രേഖപ്പെടുത്തിയിട്ടുള്ളതും അത് സ്വർഗത്തിൽ സ്ഥിരമായി സൂക്ഷിച്ചിരിക്കുന്നതുമാണ്. ഈ വ്യവസ്ഥയനുസരിച്ചാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ മുൻപോട്ട് പോകുന്നത്. അങ്ങനെ ദൈവം എഴുതിയിരിക്കുന്ന പദ്ധതിയുടെ പൂർത്തീകരണത്തിനായിട്ട് ദൈവം ഓരോ ആളുകളെ തിരഞ്ഞെടുക്കുകയും ആ തിരഞ്ഞെടുക്കപ്പെട്ട മനുഷ്യർ ഭൂമിയിൽ വരികയും ജീവിക്കുകയും അവരുടെ ദൗത്യം നിർവഹിക്കുകയും ചെയ്ത് അവർ മടങ്ങിപ്പോയിട്ടുള്ളവരാണ്. യേശുക്രിസ്തുവിനോടുകൂടെ രക്ഷാകര പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവൃത്തികളും അവസാനിച്ചു. യേശു അവസാനം പറയുന്നുണ്ട്, നിവൃത്തിയായി. ഇനി എന്താണ് അതിന് ശേഷമുള്ളത് എന്ന് ചോദിച്ചാൽ, യേശു കർത്താവ് നിർവഹിച്ച ക്രൂശ് മരണ ശുശ്രൂഷയെക്കുറിച്ച്, പാപപരിഹാരത്തെക്കുറിച്ച്, മനുഷ്യരുടെ വീണ്ടും ജനനത്തെക്കുറിച്ച് മനുഷ്യരെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ ഒരു രക്ഷാകര പദ്ധതിക്കായിട്ട് ഇനി ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണമോ എന്ന് ചോദിച്ചാൽ മനുഷ്യർ ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം യേശു എല്ലാം നമുക്കായിട്ട് കുരിശിൽ നിറവേറ്റിയിരിക്കുന്നു. ഇനി നമ്മളത് പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും അതിലുള്ള വിശ്വാസത്തിലേക്ക് ആളുകളെയും ക്ഷണിച്ചാൽ മതി. അപ്പോൾ ഓരോ മനുഷ്യനെ സംബന്ധിച്ച്, രക്ഷിക്കപ്പെട്ട മനുഷ്യനെ സംബന്ധിച്ച് കരണീയമായിട്ടുള്ളത്, യോഗ്യമായിട്ടുള്ളത് അവർ തങ്ങളുടെ അടുത്തുള്ള മനുഷ്യനെയും, രക്ഷയിലേക്ക് കടന്നു വരാത്തൊരു മനുഷ്യനെയും രക്ഷയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് പാപപരിഹാരം നൽകിയ യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ പ്രസംഗിക്കുമ്പോൾ അത് പാപപരിഹാരത്തെക്കുറിച്ചാണ്. ഈ പാപപരിഹാരത്തെക്കുറിച്ച് പറയുന്നതിനുള്ള വാക്കാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷത്തിൽ ഉള്ളത് പാപപരിഹാരമാണ്. ഇപ്രകാരമുള്ള പാപപരിഹാരത്തിന് ഒരു മർമ്മമുണ്ട്. എങ്ങനെയാണ് പാപപരിഹാരം ലഭിക്കുന്നത്? ആ മർമ്മമാണ് നമ്മൾ വിശ്വാസമായിട്ട് ഉള്ളിൽ സൂക്ഷിക്കുന്നത്. അങ്ങനെ ആ പാപപരിഹാരത്തിൻ്റെ മർമ്മം വിശ്വാസികൾ ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ആ സൂക്ഷിച്ച വിശ്വാസത്തിൻ്റെ ഫലം ജീവിതത്തിൽ പുറപ്പെടുവിക്കുമ്പോഴാണ് തിന്മകൾ വിട്ടൊഴിഞ്ഞ് ജീവിക്കുന്ന ഒരു പ്രകൃതം മനുഷ്യർക്കുണ്ടാകുന്നത്. അങ്ങനെ ആദ്യത്തേതിൽ പാപത്തിൽ അടയ്ക്കപ്പെട്ട മനുഷ്യനെ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് നന്മ ചെയ്യുന്നവരായിട്ട്, ദൈവത്തിന് ജീവിക്കുന്നവരായിട്ട് മാറ്റുകയാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ ദൈവം ചെയ്യുന്നത്. ഈ പദ്ധതിയിൽ പങ്കാളികളാകുവാൻ, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുവാൻ, സ്നാനം സ്വീകരിച്ച് കർത്താവിൻ്റെ സഭയുടെ അംഗമാകുവാൻ ദൈവം കേൾപ്പിക്കുന്ന ഈ സന്ദേശത്തെയാണ് നമ്മൾ സുവിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ സുവിശേഷം അത് മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരമാണ്. സുവിശേഷത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായിട്ട് ദൈവശക്തിയാകുന്നുവല്ലോ. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് യഹൂദനെന്നോ യവനെന്നോ വ്യത്യാസമില്ലാതെ സകല മനുഷ്യവർഗത്തിനും രക്ഷയ്ക്കായിട്ടുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ്. എന്തിൽ നിന്നുള്ള രക്ഷയാണ് എന്ന് ചോദിച്ചാൽ പാപത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ്. പാപബന്ധനത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അങ്ങനെ പാപബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള, അങ്ങനെ പാപബന്ധനത്തിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കുവാനുള്ള ദൈവത്തിൻ്റെ ശക്തിയാണ് സുവിശേഷം. മനുഷ്യനെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ നീതിയും അതിലാണുള്ളത്. ദൈവം എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്? നമ്മൾ നേരത്തെ വായിച്ചു, വിശ്വസിക്കുന്നവർക്ക് വാഗ്ദത്തം, യേശുക്രിസ്തുവിൽ വിശ്വാസം ലഭിക്കേണ്ടതിന് തിരുവഴുത്ത് എല്ലാവരെയും പാപത്തിന് കീഴിൽ. ഇങ്ങനെ പാപത്തിന് കീഴിൽ അടയ്ക്കപ്പെട്ട മനുഷ്യനിൽ ദൈവം ഏതു തരത്തിലുള്ള നീതിയാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വരുന്നത് വിശ്വാസത്തിലാണ്. ഒരു മനുഷ്യൻ വിശ്വസിക്കുമ്പോൾ, അവൻ തുടർമാനമായ വിശ്വാസത്തിൽ ജീവിക്കുമ്പോൾ അവനിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ട് വരുന്നു എന്നാണ് വചനം പറയുന്നത്. അതുകൊണ്ട് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, അതിൽ ദൈവത്തിൻ്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെട്ടു വരുന്നു. അപ്പം മനുഷ്യനെ രക്ഷിക്കുന്ന വിശ്വാസം,
ജീവിതകാലം മുഴുവൻ കാത്തു സൂക്ഷിച്ച് ഒരു വിശ്വാസിയായി ജീവിക്കുവാൻ, നീതിയുടെ പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുവാൻ ദൈവം മനുഷ്യരെ നിർദ്ദേശിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ ശബ്ദം കേൾപ്പിക്കുമ്പോൾ, അതാണ് സുവിശേഷ ശബ്ദം. ഈ സുവിശേഷ ശബ്ദത്തിൽ മനുഷ്യർക്ക് ആർക്കും കടന്നു വരാം. അത് ജാതി മത വ്യത്യാസമില്ല. കാരണം എല്ലാവരും പാപത്തിന് കീഴാകുന്നു എന്ന് ദൈവവചനം തെളിയിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരും പാപികളാണ്. മനുഷ്യർ പാപികളാകുന്നത് പാപം ചെയ്യുന്നത് കൊണ്ടല്ല, മനുഷ്യർ പാപികളായതുകൊണ്ടാണ് പാപം ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു വൃക്ഷവും എന്ത് ഫലം പുറപ്പെടുവിക്കുവാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നുവോ അതുപോലെ തന്നെയാണ് മനുഷ്യനും. മനുഷ്യൻ തൻ്റെ ജീവിതകാലം മുഴുവൻ പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ആദ്യത്തെ പദ്ധതി. എന്നാൽ ആ ജഡീക പദ്ധതിയല്ല, മറിച്ച് വിശ്വാസം എന്ന ദൈവിക പദ്ധതിയിലേക്ക് മനുഷ്യൻ പങ്കാളികളാകുമ്പോൾ മനുഷ്യൻ വിശ്വാസം സ്വീകരിച്ച് പാപമോചനം നേടുകയും നിത്യരക്ഷയ്ക്കായിട്ട് അവർ ഒരുക്കപ്പെടുകയും ചെയ്യുന്നു. അങ്ങനെ ഈ ഭൂമിയിൽ മനുഷ്യർ വിശ്വാസത്താൽ ജീവിച്ച് നിത്യത പ്രാപിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് എഴുതിയിരിക്കുന്നല്ലോ. അപ്പോൾ ദൈവത്തിൻ്റെ നീതിമാന്മാരായി തീരുവാൻ, വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ ഈ തിരുവചനം മുഖേന, ഇതിൻ്റെ കേൾവി മുഖേന എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാക്കൾക്ക് ഇടയായി തീരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, തിരുവെഴുത്ത് നിറവേറേണ്ടതിനാണ് ഇതെല്ലാം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി നമ്മുടെ ജീവിതത്തിലും തിരുവെഴുത്ത് നിറവേറട്ടെ. ദൈവത്തിലുള്ള ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും രക്ഷിക്കട്ടെ എന്ന് ആശീർവാദമായിട്ട് പറഞ്ഞുകൊണ്ട് ഈ കൊച്ചു പ്രഭാഷണത്തിൽ നിന്ന് തൽക്കാലം നമുക്ക് പിന്തിരിയാം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് പരിപാലിക്കട്ടെ. ആമേൻ. ഇനി ഈ കാര്യം വ്യക്തമായി എന്ന് തോന്നുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? എന്തെങ്കിലും ഭാഗങ്ങളിൽ സംശയമുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്താലുള്ള ജീവിതമാണ് നമ്മൾ തിരിച്ചറിയുക. വിശ്വാസം നമ്മളൊരു ക്രിസ്ത്യാനിയാക്കി മാറ്റും. അങ്ങനെയായ ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടത്. അതെ, അവർ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും, പ്രത്യാശ സൂക്ഷിക്കുന്നവരായിരിക്കും, വരുവാനുള്ള രാജ്യത്തെക്കുറിച്ചുള്ള പ്രത്യാശയുള്ളവരായിരിക്കും, പിന്നെ ഒരു സ്നേഹത്തിൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നവരായിരിക്കും, അവർ പ്രാർത്ഥനയുള്ളവരായിരിക്കും, കൃപാവരങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ അത് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെ സന്തുഷ്ടമായ, സന്തുലിതമായ ഒരു ജീവിതം നയിക്കുവാൻ വിശ്വാസികൾക്ക് കഴിയുമെന്നാണ് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നത്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.